ഹോളുകാരും പള്ളിക്കാരൊക്കെ തീരുമാനിച്ചു പെന്തിക്കോസുകാർക്ക് ഹോൾ കൊടുക്കണ്ട. കാര്യം അവർ പറയുന്നത് അവിടെ കല്യാണമല്ല നടക്കുന്നത്, അവിടെ സുവിശേഷ മഹായോഗം നടക്കുന്നത് കല്യാണത്തിന്. തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഉദയംപേരൂരിൽ ജീസസ് ജനറേഷൻ എന്ന പേരിൽ വിശാലമായ ഒരു ഓഡിറ്റോറിയമുണ്ട്. അവിടെ നടന്ന ഒരു ഫംഗ്ഷനിടയിൽ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ ദീപു ജേക്കബ് എന്ന ബിസിനസ്സുകാരനെ പരിചയപ്പെട്ടു. അദ്ദേഹവുമായി സുദീർഘമായ ഒരു സംഭാഷണം നടത്തുവാൻ ഇടയായിത്തീർന്നു. ആ സംഭാഷണം പൂർണ്ണ രൂപത്തിൽ തന്നെ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായി തൻ്റെ ജീവിതം ആരംഭിക്കുന്നു. അവിടെ നിന്ന് ചീര കർഷകനും ആ ചീര റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന ആളുമായി അദ്ദേഹം മാറുന്നു. പിന്നെ ഒത്തിരി തൊഴിലുകൾ അദ്ദേഹം ചെയ്തു. കോഴിക്കച്ചവടം പോലെയുള്ള കച്ചവടങ്ങൾ ചെയ്തു. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും സാധാരണമായ നിലയിൽ ജീവിച്ചു വരവേ തന്നെ മദ്യപാനവും അതോടനുബന്ധമായുള്ള മറ്റ് മോശമായ ജീവിത സാഹചര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയതോടുകൂടെ ആ ജീവിതം സമൂലമായി മാറ്റത്തിന് വിധേയമാകുന്നു. അങ്ങനെ മാറ്റത്തിന് വിധേയമായ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമമായ ഉത്തരവാദിത്വം യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതാണെന്ന് തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് സമൂലമായ മാറ്റമുണ്ടാകുന്നു. ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുന്നു. റിയൽ എസ്റ്റേറ്റിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു. സ്വന്തമായി ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഓഡിറ്റോറിയം, അതോടനുബന്ധമായ കേറ്ററിംഗ് ബിസിനസ്, ഇതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഒപ്പം അതെല്ലാം ദൈവനാമം മഹത്വത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നു. ആ വിശാലമായ ഓഡിറ്റോറിയത്തിന് ജീസസ് ജനറേഷൻ എന്ന എന്തുകൊണ്ട് പേര് കൊടുത്തു? ഈ ചോദ്യത്തോടെയാണ് ഞാൻ സംഭാഷണം ആരംഭിച്ചത്. അദ്ദേഹം അതിന് കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ആ ഉത്തരങ്ങളിലേക്കും ആ കാഴ്ചകളിലേക്കുമൊക്കെ നമുക്ക് പ്രവേശിക്കാം. ജീസസ് ജനറേഷൻ എന്നുള്ള പേര് ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിന് വേണ്ടിയിട്ടിട്ടല്ല ശരിക്കും ജീസസ് ജനറേഷൻ എന്നുള്ള പേര്. എന്നാൽ നമുക്ക് യേശുവിൻ്റെ ഒരു തലമുറ എന്നുള്ള ആ ഒരു ഈ തലമുറയിൽ ആ പേര് കണ്ടപ്പോൾ അതിനോടൊരു പ്രത്യേക അട്രാക്ഷൻ വണ്ടി. ഞാൻ ആദ്യമായിട്ട് കാർ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ജീസസ് ജനറേഷൻ നോ വൺ ക്യാൻ സ്റ്റോപ്പ് അസ് എന്ന് എഴുതി വെച്ചു. പ്രത്യേകിച്ച് ഞാൻ ആ സമയത്ത് ഹെവൻലി വീസിലായിരുന്നു. ആ ഹെവൻലി വീസിലെ യൂത്തിൻ്റെ ആ പേര് ജീസസ് ജനറേഷൻ എന്നാണ്. അപ്പോൾ അതൊരു യൂത്തിൻ്റെ പേര് മാത്രമായതുകൊണ്ട് മിനിസ്ട്രികൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു ഇവാഞ്ചലിസം എൻ്റെ ഒരു കോളിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ ഓഡിറ്റോറിയം പണിയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ജീസസ് ജനറേഷൻ എന്നുള്ള പേര് എങ്ങനെയോ ഒന്ന് ഉടക്കി. അത് ഇങ്ങനെ മനസ്സിലുണ്ടായപ്പോൾ ഈ ഓഡിറ്റോറിയം പണിയണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കയറിയപ്പോൾ അതിന് ജീസസ് ജനറേഷൻ എന്നുള്ള പേര് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ ഓഡിറ്റോറിയം പണിയാനുള്ള ഒരു സാധ്യതയും നമ്മുടെ മുമ്പിലില്ല. അല്ല, ഈ ഓഡിറ്റോറിയം പണിയാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഈ പല സുവിശേഷ മീറ്റിങ്ങുകൾക്ക് ഓഡിറ്റോറിയങ്ങൾ കിട്ടാതെ വന്നു. അല്ലേ? അതായത് 2004 ആണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നത്. അപ്പം അന്ന് മുതൽ ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചുകളെല്ലാം ഒരു മാസം ഒരു സ്ഥലത്ത്. അപ്പം ശബ്ദം കൂടാൻ നേരത്ത് അവിടെ നിന്ന് ആ ഹോളുകാർ പറയും ഇറങ്ങി പോകണം എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്ത് ചെല്ലും. അങ്ങനെ ഇങ്ങനെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ചേഞ്ച് ആവുന്നത് വളരെ ആളുകൾക്ക് വരാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ ഈ ഞായറാഴ്ച വരുന്ന ആളുകൾ കടക്കാരും രോഗികളും അതേപോലെ തന്നെ പലവിധമായ പ്രശ്നങ്ങളുള്ളവരാണ് പ്രാർത്ഥനയ്ക്ക് വന്നത്. അല്ലാണ്ട് ഒരു പ്രശ്നമില്ലാത്ത ഒരാളും പ്രാർത്ഥനയ്ക്ക് വന്നതായിട്ട് എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ പ്രാർത്ഥനയ്ക്ക് എന്ന് ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് നാട് വിട്ടിട്ട് എറണാകുളത്ത് വന്നപ്പോൾ സൂയിസൈഡ് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ്. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് സൂയിസൈഡ് ചെയ്യാൻ പേടിയായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നതാണ്. സൂയിസൈഡ് ചെയ്യാൻ പേടിയാ പുള്ളിക്ക്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്തു, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നുള്ള ബോർഡ് കണ്ടപ്പോൾ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പം അങ്ങനെ വന്ന ആളുകൾ മുഴുവൻ രോഗികളും പ്രാരാബ്ധക്കാരായിരുന്നു പ്രാർത്ഥനയ്ക്ക് വന്നത്. അല്ലാണ്ട് ഒരു കടം കയറി മുടിഞ്ഞ ആളുകളും ഇന്നും അങ്ങനെ തന്നെയാണ്.
ഇന്നും അങ്ങനെ തന്നെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അവരുടേതായ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയൊക്കെ മധ്യയിലാണ് പ്രാർത്ഥനയ്ക്ക് വന്നത്. ഞാനടക്കമുള്ള ആളുകൾ, അതായത് ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് സമാധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 10 മണിക്ക് കിടക്കാൻ പോകുന്നത്. അങ്ങനെ അത്രയും അധ്വാനിച്ചാൽ പോലും ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട്, സാമ്പത്തികമായിട്ടും ഒന്നും രക്ഷപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ മോശമാകും. എന്നാൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളെ കണ്ടുമുട്ടി. അതാണ് എനിക്ക് ഏറ്റവും അത് നമുക്ക് അതായത് നല്ല ഉപദേശങ്ങൾ തരുന്ന ആളുകൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, സ്നേഹിക്കുന്ന ആളുകൾ. മാത്രമല്ല നമ്മളെന്തെങ്കിലും ആവശ്യമൊക്കെ പറയുവാണെങ്കിൽ ആ ഫെലോഷിപ്പിലുള്ള ആളുകൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നത് എൻ്റെയൊക്കെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവായിട്ടുണ്ട്. അത് മാത്രമല്ല അവർക്ക് എന്തൊക്കെ അറിവുണ്ടോ അത് പകർന്നു തരാനായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും എന്താ പറയുന്ന തടസ്സം പറയാറില്ല. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ പ്രാർത്ഥന, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസപരമായിട്ട് യാതൊരുവിധ മഹത്വം പറയാനായിട്ടില്ല. 12 വർഷം പഠിച്ചിട്ട് 10ാം ക്ലാസ്സിലെത്തി, 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അപ്പോൾ ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര അനുഗ്രഹം ഉണ്ടായത് തന്നെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 പേരോടെങ്കിലും ചോദിച്ചിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവുകേട് കൊണ്ട്, നമ്മുടെ കഴിവുകേട് കൊണ്ട് അബദ്ധം സംഭവിക്കരുതല്ലോ എന്ന് വിചാരിച്ച് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലരോടും ചോദിക്കും. പക്ഷെ പ്രത്യേകിച്ച് പ്രാർത്ഥന വരുന്ന ആളുകളൊക്കെ അവരുടെ ആ ഒരു അറിവുകൾ പകർന്നു തരാനായിട്ട്, അതായത് മറയില്ലാതെ പറഞ്ഞു തന്നുള്ള, അത് ഗവൺമെൻറ് ഉദ്യോഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു, ബിസിനസ്സുകാരുണ്ടായിരുന്നു, അവർ ഏത് എന്താ പറയുന്നത് ഫീസില്ലാതെ, കൺസൾട്ടിങ് ഫീസ് ഇല്ലാതെ നമുക്ക് അവർ എന്ത് ചെയ്തു, അവർക്കുള്ള അറിവുകളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവായി. അപ്പോൾ ഓഡിറ്റോറിയം പണിയാൻ ഉള്ള ഒരു ചിന്ത വരാൻ കാര്യം, ഓഡിറ്റോറിയം പണിതാൽ ഈ വരുമാനവും കിട്ടും, നമുക്ക് സുവിശേഷ മീറ്റിങ്ങുകൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെ, അതായത് മീറ്റിങ്ങുകൾക്ക് ഓഡിറ്റോറിയം കിട്ടാതെ വന്നു. അതെ അതെ. ഇവിടെയുള്ള എന്താ പറയുക ഹോളുകാരും പള്ളിക്കാരൊക്കെ തീരുമാനിച്ചു പെന്തിക്കോസുകാർക്ക് ഹോൾ കൊടുക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പള്ളിയിൽ നിന്ന് പോയ ആളുകൾ ആ പള്ളിയിൽ തന്നെ വന്ന് കല്യാണം നടത്തുന്നു. ഇവിടെ കരിങ്ങാച്ചിറ പള്ളി, അതുപോലെ തൃപ്പൂണിത്തുറ പള്ളി, അങ്ങനെയുള്ള പള്ളിക്കാരൊക്കെ തീരുമാനിച്ചു പെന്തിക്കോസുകാർക്ക് എന്ത് ചെയ്യണ്ട, ഓഡിറ്റോറിയം കൊടുക്കണം. കാര്യം അവർ പറയുന്നത്, അവിടെ കല്യാണം അല്ല നടക്കുന്നത്, അവിടെ സുവിശേഷ മഹായോഗം നടക്കുന്നത് കല്യാണത്തിന്. കാരണം നമ്മുടെ ഒരു പൊതു രീതി കല്യാണത്തിനും നമ്മൾ സുവിശേഷം പറയുമല്ലോ. അതെ അതെ അതെ. അവിടെ വരുന്ന പാസ്റ്റർമാര് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുടുംബം തകർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കല്യാണവും നടക്കും. അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത്. അത് പല വ്യക്തികൾക്കും അസ്വസ്ഥത ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു ഹോൾ കൊടുക്കണ്ടെന്ന്. പക്ഷേ എൻ്റെ അകത്ത് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതെങ്ങനെ സാധിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നെഹമ്യാ പ്രവചനം വായിക്കുന്ന സമയത്ത് 2:20 സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും, അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണി. പെന്തിക്കോസുകാർക്ക് ഹോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉള്ളിലൊരു ആത്മരോഷം ഉണ്ടായി. കാരണം സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടാണല്ലോ ഹോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായത്. ആരോടും വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനുവേണ്ടി ദൈവം എന്നെ ഒരുക്കി. ഒരു ഹോള് പണിയണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ അത് ദൈവഹിതപ്രകാരം ഉള്ളതായതുകൊണ്ട് എനിക്ക് ദൈവം അതിനുള്ള വഴികൾ, ഈ സ്ഥലത്തിന് വഴി ഉണ്ടായിരുന്നില്ല, ഈ ലാൻഡിലേക്ക് വരാൻ വഴി ഉണ്ടായിരുന്നില്ല. വഴിയില്ലാണ്ടാണ് ഞാൻ ഈ സ്ഥലം മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഈ ലാൻഡ് കിട്ടി. പക്ഷേ എൻ്റെ ഉദ്ദേശം ഇതായതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, ചെങ്കടലിൽ വഴി തുറക്കാമെങ്കിൽ
പിന്നെ എന്തുകൊണ്ട് ഈ സ്ഥലത്തിലേക്ക് വഴി തുറക്കാനായിട്ട് ദൈവത്തിന് ബുദ്ധിമുട്ടില്ല. കാരണം ചെങ്കടലിൽ വഴി തുറക്കാമെങ്കിൽ വഴിയില്ലാത്ത സ്ഥലത്തേക്ക് വഴി തുറക്കാനും ദൈവത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. സ്ഥലം വഴിയില്ലാതെ മേടിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചതുപോലെ തന്നെ വഴി കിട്ടി. വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ വഴി കിട്ടാനായിട്ട്. ജീവിതത്തിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളെ നോക്കിയാൽ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇന്ന് വരെ വളരെ അത്ഭുതകരമായിട്ടാണ് ദൈവം നടത്തിയിരിക്കുന്നത്. ഇന്നും എൻ്റെ അക്കൗണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പൈസയോ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം ഓരോ ദിവസം അത്ഭുതകരമായി. ഓഡിറ്റോറിയം അല്ലാതുള്ള ബിസിനസ് കേറ്ററിംഗ് ഉണ്ട്. അതെ, കേറ്ററിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്, ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് പഴയ ഞാൻ റോഡിൽ ചീര വിറ്റിട്ടുണ്ട്, ഫ്രൂട്ട്സ് വിറ്റിട്ടുണ്ട്, ഫ്രൂട്ട്സ് കട ഇപ്പോഴും ഉണ്ട്. അതെ, അങ്ങനെ പല ബിസിനസ്സുകൾ, റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അകത്ത് ഒരു ദർശനമുണ്ട്. ആ ദർശനം ഇതാണ്: ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും സുവിശേഷത്തിനും വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്, അധ്വാനിക്കുന്നത് എന്നുള്ള ആ ഒരു വിഷൻ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടിയാണെന്നുള്ള ആ ഒരു ദർശനം എൻ്റെ അകത്ത് കയറിയപ്പോൾ മുതൽ എനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ടെൻഷനില്ല. കാരണം ഞാൻ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണത് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം, അത് സമയത്താണെങ്കിലും അസമയത്താണെങ്കിലും, തകർന്ന വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം. കാരണം എന്നോട് പലരും സമയം കണ്ടെത്തിയും അവരുടെ എന്താ പറയുന്നത്, അവർക്കുള്ളതൊക്കെ പലരും വിട്ടുകൊടുത്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ കാണാനായിട്ട് ഇടയായത്. പലരും അവരുടെ വീടുകൾ തുറന്നു കൊടുത്തു, അവരുടെ സമ്പത്ത് കൊടുത്തു, അവർ പലതും സുവിശേഷത്തിന് വേണ്ടി കൊടുത്തത് കൊണ്ട് എന്നെപ്പോലെ ജീവിതത്തിൽ തകർന്ന വ്യക്തികൾ യേശുവിലേക്ക് വരണമെന്നുള്ളതാണ് എൻ്റെ ഉള്ളിലുള്ള അതിയായ ആഗ്രഹം. കാരണം കത്തോലിക്ക വിശ്വാസിയായിട്ടായിരുന്നു നിങ്ങൾ? അതായത് എൻ്റെ അമ്മ ഒരു യാക്കോബ വിശ്വാസിയായിരുന്നു, കണ്ടനാട് പള്ളി ഇടവക്കാരിയായിരുന്നു. അപ്പൻ ശരിക്കും മരട് മൂത്തേടം പള്ളി ഇടവക്കാരനാണ്. അപ്പൻ്റെ അമ്മയുടെ വീട് എളങ്കുളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അമ്മേനെ കല്യാണം കഴിച്ചതോടുകൂടി അമ്മ യാക്കോബക്കാരി ആയത് കൊണ്ടും വീട്ടിൽ ചെറുപ്പത്തിലെ മുതൽ യാക്കോബായ പ്രാർത്ഥനയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ അമ്മ പള്ളിയിൽ കൊണ്ടുപോകണമെങ്കിൽ യാക്കോബ പള്ളിയിൽ പോകും. വീടിൻ്റെ തൊട്ടടുത്ത് പുതിയ പള്ളിയാകും. അപ്പോൾ ഞങ്ങൾക്ക് വലുതായപ്പോൾ മനസ്സിലായി പുതിയ പള്ളിയിൽ പോകണം നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് പള്ളിയിൽ പോയി പെട്ടെന്ന് പരിപാടി തീരും. യാക്കോബായ പള്ളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയമെടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയോന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പുതിയ പള്ളിയിൽ പോകണമെന്ന് എനിക്ക് ഇഷ്ടം. എന്നാൽ അതെല്ലാം ആ സമയത്തൊക്കെ ഒരു നവീകരണ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു പേരിന് മാത്രമുള്ള വിശ്വാസത്തിലേക്ക് വരുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ ഡിവൈനിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് ഒരു 10-13 വയസ്സുള്ള സമയത്ത് ക്രിസ്ത്യൻ ധ്യാനം കൂടിയിരുന്നു. അങ്ങനെയാണ് ഡിവൈൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെയൊക്കെ ലോക്കലൊക്കെ ആയിട്ടുള്ള സുവിശേഷങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും സുവിശേഷം കേട്ട അന്നേരം ഞാനത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകും, പഴയ പോലെ. അതായത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോൾ ഒരു ആത്മീയത ഉണ്ടാവും. നോയമ്പ് കാലമാകുമ്പോൾ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ ഒരു യേശുവിനോട് സ്നേഹമായിരുന്നു. അതെ, അതായത് യേശുവിനോട് സ്നേഹം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ വളരെ അധ്വാനിയായിരുന്നു.
അദ്വാനി എന്ന് പറഞ്ഞാൽ സിമന്റ് ചുമട്ട് തൊഴിലാളിയായിരുന്നു ഒരു കാലഘട്ടം. അവിടെ നിന്ന് അപ്പൻ അമ്മേനെ കല്യാണം കഴിച്ച സമയം മുതൽ ചിക്കൻ്റെ ബിസിനസ് ആരംഭിച്ചു. ചിക്കൻ്റെ ബിസിനസ് ആരംഭിച്ചു. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആ ചിക്കൻ്റെ ബിസിനസ് വളരെ നല്ല നിലയിൽ വന്നു. അങ്ങനെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ചകളുണ്ട്. പക്ഷെ അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ കള്ള് കുടിച്ചാൽ ആള് മാറും. അമ്മേനെ എടുത്തിട്ട് അടിക്കും. വീട്ടിലും അസമാധാനക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള് കുടിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് അപ്പൻ അതിനെ കണ്ടായിരുന്നു. ആണാണെങ്കിൽ 2 അടിക്കണമെന്ന് അപ്പം അവൻ പറയുന്നത്. അതുപോലെ തന്നെ അപ്പം അങ്ങനെയൊക്കെ ഒരു മനോഭാവമായിരുന്നു. മാത്രമല്ല വളരെ ഉപകാരിയായിരുന്നു ഫാദർ അമ്മയൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2001 ഒരു പുതിയ ബൈക്ക് മേടിച്ചു. ബൈക്ക് മേടിച്ച് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊന്നും ബൈക്കില്ല. ഇവർക്കൊക്കെ ഗേൾ ഫ്രണ്ടുണ്ട്. എനിക്ക് ഗേൾ ഫ്രണ്ടും ഇല്ല. ഞാൻ കോളേജിൽ പഠിച്ചിട്ടുമില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു ഐഡിയ പ്രകാരം ഞാൻ ബൈക്ക് മേടിച്ച് ഒരു കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒന്ന് ഷോ കാണിച്ചതാണ്. ഷോ പക്ഷേ പോയി തീർന്നത് ഒരു ബസ്സിൻ്റെ അടിയിലാണ്. അങ്ങനെ ബസ്സിൻ്റെ അടിയിൽ പോയി ഞാൻ അത്ഭുതകരമായിട്ട് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. എൻ്റെ ചെവി, എൻ്റെ കാല്, അങ്ങനെ മുറിയാത്തൊരു സ്ഥലമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിലെല്ലാം മുറിവ് അനുഭവപ്പെട്ടു. ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഇന്ന് നീ മരിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ബസ്സിൻ്റെ അടിയിൽ പോയി. അപ്പോൾ ദൈവം നിനക്ക് ജീവിക്കാൻ ഒരു അവസരം തന്നിരിക്കുക, മര്യാദയ്ക്ക് ജീവിച്ചോളാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ചോണം, ഞാൻ ആക്സിഡൻറ്റിൽ പെട്ട് എൻ്റെ ബൈക്ക് സൈഡിൽ എൻ്റെ ഹാൻഡില് ഗിയറിൻ്റെ ഇതൊക്കെ വളഞ്ഞു പോയി. അത് സൈഡിലെടുത്ത് വെച്ചിട്ട് ഞാൻ കിലുകില വിറയ്ക്കുക. അന്നേരം ഒരാൾ വന്നിട്ട് പറയാം, ഇന്ന് നീ മരിച്ചുകൊണ്ടായിരുന്നു, ദൈവം നിനക്ക് ജീവിക്കാൻ ഒരു അവസരം തന്നേക്കുക. അപ്പോൾ ഒരു നിമിഷം ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എൻ്റെ പല്ല് ഇടിച്ച് കളഞ്ഞ വ്യക്തിയോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇടി പിടിച്ച് പോയത് 3 പല്ല് വെപ്പാണ്. ഒരു പല്ലാണ് പോയത്. പക്ഷേ ആ ഒരു പല്ലിൻ്റെ സംഭവത്തിലേക്ക് വെക്കാനായിട്ട് 2 പല്ലും കൂടി ഇത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പല്ലി ഇടി പിടിച്ച് പോയി. പോലീസ് കേസ്, മദ്യപാനം, കൂട്ടുകെട്ട്, അതുപോലെ തന്നെ അങ്ങനെ പല. അന്ന് എനിക്ക് 20 വയസ്സാണ്. ഈ 20 വയസ്സിൽ ഞാൻ എന്താ പറയുന്നത്, പോലീസ് കേസിൽ മതി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് പോലീസ് കേസുണ്ട്. കാരണം ആരെയും പോയി ഇടിച്ചതോ അല്ലെങ്കിൽ ഒന്നുമല്ല, കയ്യിലിരിപ്പ് വളരെ മോശമായിരുന്നു. ആരെങ്കിലും ചില പറയും കുത്തുകൊള്ളി എന്നൊക്കെ പറയില്ലേ, അതേപോലെ തല്ലുകൊള്ളി എന്നൊക്കെ പറയുന്ന പോലത്തെ ചില സ്വഭാവങ്ങൾക്ക് അടിമയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ആ മേഖലയിലൊക്കെ ഒരു രൂപാന്തരം വരാനായിട്ട് ഈ ആക്സിഡൻറ്റ് പെട്ട് ഞാൻ ഡിവൈൻ ധ്യാനമന്ദിരത്തിലാണ് ആദ്യമായിട്ട് പോകുന്നത്. ഡിവൈനിൽ ധ്യാനം കൂടി 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. 4ാമത്തെ ദിവസം ഞാൻ ഡിവൈനിൽ ധ്യാനം കൂടി ബാക്കി ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി, ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് വരെ ചിന്തിക്കുന്ന രീതിയിൽ ബാക്കി ഇരിക്കുമ്പോൾ ഒരാളുടെ അനുഭവ സാക്ഷ്യം കേൾക്കുക. അദ്ദേഹം പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്, യേശുവിൻ്റെ ശിഷ്യന്മാർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യ മനുഷ്യരുമായിരുന്നു. എന്നാൽ യേശു അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകും. യേശു അവരെ വെച്ച് ലോകം മുഴുവൻ കർത്താവ് തൻ്റെ വചനം അറിയിച്ചു. അപ്പോൾ നമ്മുടെ ഒരു കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടണം എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ വായിലൂടെ കേട്ടപ്പോൾ ഞാൻ അന്ന് യേശുവിനെ ഒരു രക്ഷകനും കർത്താവും അതിനായിട്ട് സ്വീകരിച്ചു. ഞാൻ സ്വീകരിച്ച് അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഡിവൈൻ ധ്യാനമന്ദിരത്തിലെ ഡിവൈൻ വോയിസ് അനുഭവ സാക്ഷ്യങ്ങൾ ഒരു 10-15 മേടിച്ച് വന്ന ബസ്സിലുള്ള എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു. അങ്ങനെ ആരംഭിച്ചാണ് സുവിശേഷവേല. അങ്ങനെ തിരിച്ചുവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, കൂടി ഒരാഴ്ച അതിനപ്പുറത്തേക്ക്
ഈ മേഖലയിൽ നിനക്ക് നിത്യമാനസാന്തരം 3 മാസം. അതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ പക്ഷെ അങ്ങനെയല്ല. ഞാൻ യേശുക്രിസ്തുവിലാവുന്ന പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കും. 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, പിന്മാറിപ്പോകരുത്. അത് മാത്രമാണ് ആഗ്രഹം. പിന്മാറിപ്പോകരുന്നുള്ള ആഗ്രഹത്ത് ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷയുടെ സന്ദേശം എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടായി ഡിവൈനിൽ. അതെപ്പോഴും പോക്കറ്റിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രക്ഷയുടെ സന്ദേശത്തിലെ ഓരോ വാക്യങ്ങളും ഓരോ നിമിഷവും ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു അങ്ങിൽ നിന്ന് അകന്ന് പോകാൻ എന്നെ അനുവദിക്കരുത്, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ പ്രാർത്ഥനകൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ എന്നെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കേരളത്തിൽ കുളത്തുവയിലെ വർക്കേച്ച നടത്തിയ ധ്യാനം, അതുപോലെ തന്നെ പോട്ട, ഡിവൈന്, അതുപോലെ തന്നെ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ തുവാനിസ ധ്യാന മന്ദിരം, താബോർ, അങ്ങനെ കേരളത്തിൽ തുടർമാനമായിട്ട് ധ്യാനം കൂടി എന്താ പറയുന്നത്, ജീവിതത്തിലൊരു നവീകരണം ആവശ്യമാണെന്നും, അതായത് ഞാൻ സ്കൂളിൽ വിട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലും മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നവീകരണത്തിലേക്ക് വന്നപ്പോൾ, വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കണ്ണ് തുറക്കാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് ദൈവികമായിട്ടുള്ള ജ്ഞാനം ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയ അറിവും ഉത്സാഹവും എനിക്ക് ഓരോ ദിവസവും എത്ര വായിച്ചാലും ധ്യാനിച്ചാലും മതി വരാത്ത, ചിലപ്പോൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലൊന്നും ആകത്തില്ല, പക്ഷേ എങ്കിലും വായിച്ചുകൊണ്ടേ ഇരിക്കുക ബൈബിൾ. അങ്ങനെ ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക്, ഞാൻ ചീര വയ്ക്കാനായിട്ട് തോമ്പടി പോകും. അവിടെ ചില നേരത്ത് ചില ആളുകളുണ്ട് ട്രാക്റ്റുകൾ വിതരണം ചെയ്യും. ഞാൻ ഈ ട്രാക്റ്റ് ഒക്കെ വിതരണം ചെയ്ത്, ഞാൻ ഈ ട്രാക്റ്റ് മേടിച്ചിട്ട് ഇത് ബൈബിളിലുള്ളതാണെന്ന് വൈകുന്നേരം വന്ന് പരിശോധിക്കും. ഈ ബെരോവയിലുള്ള ആളുകൾ അതൊക്കെ പിന്നെ മനസ്സിലായേ. പക്ഷെ അതൊക്കെ മാറി. അതെ. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ ട്രാക്റ്റുകളും ഇതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് ഈ ട്രാക്റ്റിലുള്ള വാക്യങ്ങൾ എല്ലാം കൃത്യമാണ് ബൈബിളിലുണ്ട്. അതായത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, ആ നാളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ ആത്മാവിനെ പകരും. അതുപോലെ തന്നെ എനിക്ക് യേശു വേഗം വരുന്നു എന്ന് പറയുന്ന ട്രാക്റ്റുകൾ, തമ്പിയുടെ ഹൃദയം. അപ്പം ഞാൻ ഈ ട്രാക്റ്റ് എവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് അന്വേഷിച്ചു. ഇതിറങ്ങുന്നത് തിരുവല്ലയിൽ മഞ്ഞാടിയിൽ നിന്നാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാക്റ്റുകളെല്ലാം സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ സൂക്ഷിച്ചു വെച്ച് ഞാൻ അപ്പം അന്നും കത്തോലിക്ക വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ കൂട്ടുകാരുണ്ട് സാംസൺ. അദ്ദേഹം പറഞ്ഞു സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയിൽ, കാരണം ഈ സാംസൺ വലിയ പാട്ടുകാരനാണ്. അപ്പോൾ എനിക്ക് ഒരാൾ എന്താ പറയുന്ന ഉപദേശം തന്നു, പാട്ട് പാടി നടക്കുവാണെന്നുണ്ടെങ്കിൽ ആത്മീയത്തിൽ മുന്നേറ്റം കിട്ടുമെന്ന്. പാട്ട് പാടാനായിട്ട് കൊയറൊക്കെ ഉണ്ടെങ്കിൽ, അപ്പം ഞാൻ സ്വന്തമായിട്ടൊരു കീബോർഡൊക്കെ അങ്ങ് മേടിച്ചു. എനിക്ക് കീബോർഡ് ഇതിനെക്കുറിച്ച് വലിയ അറിയാം. അപ്പം സാംസൺ കീബോർഡും വായിക്കും, പാടുകയും ചെയ്യും. അങ്ങനെ സാംസണായിട്ട് കൂടി ഞാൻ ഫ്ലോപ്പി ഡ്രൈവൊക്കെ സെറ്റ് ചെയ്തു, പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി. പാട്ടൊക്കെ പാടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളെ പറഞ്ഞു, എടാ പാറപ്പുറത്ത് ചിരട്ടിയിട്ട് വരയ്ക്കണ പോലെയുണ്ട്, നിനക്കൊന്ന് ഈ പണി പറഞ്ഞു, വല്ല കോഴി വെട്ടാനോ ചീര കച്ചവടമോ വല്ല വണ്ടി ഓടിക്കലോ ആവുന്ന പണിയൊക്കെ എടുത്ത് ജീവിക്കാൻ നോക്കി, ഇതിൻ്റെ ഒന്നും പറയാൻ നടന്ന് സമയം വെറുതെ കളയണ്ട എന്നൊരു ഉപദേശം കൊണ്ട് കിട്ടി. പക്ഷേ എങ്കിൽ പോലും യേശുവിനെ പാടുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും എനിക്ക് വേറൊന്നും ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഈ ആത്മാവിൽ നിറഞ്ഞപ്പോൾ കള്ള് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷവും, കള്ള് കുടിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഒരു എന്താ പറയുന്നത്, ജീവിതത്തിൽ കള്ള് കുടിക്കുമ്പോൾ നമുക്ക് പൈസ നഷ്ടമാകും, മറ്റുള്ളവരുടെ മുമ്പിൽ മാനവും നഷ്ടമാകും. എന്നാൽ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ നമുക്ക് എന്താ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എൻ്റെ കൂട്ടുകാർ ഒക്കെ പലപ്പോഴും ഇപ്പോഴും കള്ള് കുടിക്കുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടെങ്കിലും അവർ കള്ള് വേണമെന്ന് ചോദിച്ചാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം അതിലും കൂടിയ ഒരു
ബ്രാൻഡാണ് ഞാൻ അടിക്കുന്നത്. കാരണം അത് ഹോളി സ്പിരിറ്റാണ്, അതൊരു സ്പിരിറ്റാണ്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം കള്ളുകുടിയിനേക്കാളും ആനന്ദമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ സെൻറ്റ് പോൾസ് മിഷനിൽ ചെന്ന് സുവിശേഷ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ വെച്ചൊരു പ്രേംജിത്ത് ലാലിനെയും ഒരു രഞ്ജിത്ത് നാഥിനെയും പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് ഞാൻ അവരുടെ മീറ്റിങ്ങുകൾ 1-2 അറ്റൻഡ് ചെയ്തപ്പോൾ ഈ പ്രേംജിത്ത് ലാലിനോട് പറഞ്ഞു നീ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ SNDP നിന്ന് വന്ന ആളുകളായതുകൊണ്ടാണ് സ്നാനപ്പെടുന്നത്, ഞാൻ ക്രിസ്ത്യാനിയല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എനിക്കൊരു കുറിപ്പ് തന്നു, സ്നാനം ആർക്ക് എന്തിന്. അപ്പോൾ ഞാൻ സ്നാനപ്പെടാനായിട്ട് അദ്ദേഹത്തെ വിളിച്ച് തിരുവനന്തപുരത്ത് ചെന്നു. അന്ന് രഞ്ജിത്ത് നാഥും ഇദ്ദേഹം രഞ്ജിത്ത് ലാലുമാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തിയത് ഞാൻ അനാഥനായി പോകും, നിനക്ക് ഫെലോഷിപ്പ് എറണാകുളത്താണ് വേണ്ടത്, തക്ക സമയത്ത് സ്നാനപ്പെടുമെന്നോ. അങ്ങനെ എറണാകുളത്ത് തിരിച്ചു വന്നു. കടവന്തറ മാർക്കിൻ്റെ മുമ്പിലൊരു പോസ്റ്റർ കാണുകയാണ്, യേശു ക്രിസ്തു നിങ്ങളുടെ സൗന്ദര്യമാണ്. അപ്പം ഞാൻ തേവര് ചീര ഇട്ടിട്ട് ഓട്ടോറിക്ഷ കൊണ്ട് കടവന്തറ മാർക്കിൻ്റെ മുമ്പിലിട്ടിട്ട് കടയിൽ കയറി തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ പോസ്റ്റർ കാണുന്നത്. ഏപ്രിൽ മാസം 2004 ഏകദേശം 20-ാം തീയതി മുതൽ 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നടക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് കടന്നു ചെന്നു. ആദ്യത്തെ ദിവസം ഞാൻ കടന്നു ചെന്ന് ഒരു ദിവസം വൈകുന്നേരമായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്ത് ഏറ്റവും ബാക്കി ഇരിക്കുമോ. ഞാനിങ്ങനെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യിക്കാൻ ഒരു ആത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകം ഞാൻ അനുഭവിക്കുക. ഞാൻ കുടുകൂടെ കരയുക കണ്ണീർ നിന്ന്. ആഴത്തിലൊരു മനസാന്തരം അന്നേരം എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന ആൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ അയാൾ അലറിക്കരയുക, ചുറ്റും പുറം നോക്കുമ്പോൾ എല്ലാവരും കരയുക. അപ്പോൾ ഞാൻ മീറ്റിങ്ങിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം സാമ്പത്തിക പ്രശ്നം കാരണം നാട് വിട്ട് അവിടെ വന്നേക്കും. ഓരോ ആളുകളോടും ചോദിക്കുമ്പോൾ അവർക്കെല്ലാം ഓരോ വിഷയങ്ങളാണ്. അങ്ങനെ ഞാൻ 2004 ഏപ്രിൽ മാസം 26-ാം തീയതി എറണാകുളത്ത് നടന്ന മീറ്റിങ്ങിൽ സ്നാനം. അത് സ്വർഗീയർ നടത്തിയ മീറ്റിങ്ങാണ്. തങ്കുബാറാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. എന്നെ സ്നാനപ്പെട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ എന്നോട് ചോദിച്ചു സ്നാനപ്പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പെങ്ങളുണ്ടായിരുന്നു. അപ്പം പിറ്റേ ദിവസം വീട്ടിലറിഞ്ഞു സ്നാനപ്പെട്ടത്. അപ്പോൾ അപ്പനൊരു ഉച്ചയപ്പോൾ ഒരു ഫുൾ ബോട്ടിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ തങ്കുബർ സ്നാനപ്പെടുത്തി അന്ന് മുതൽ ഞാൻ എന്താ പറയുന്നത്, അന്ന് എറണാകുളത്ത് രാവിലെ മീറ്റിംഗ് ഇല്ല, കോട്ടയത്താണ് മീറ്റിങ്ങുള്ളൂ. അങ്ങനെ ഞാൻ കോട്ടയത്ത് രാവിലെ, അത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത പള്ളി, 7 മണിയുടെ കുർബാനയ്ക്ക് ഞാൻ 7:30 ആയപ്പോലും പള്ളി എത്തത്തില്ല, പോകാറില്ല. അതുപോലെ തന്നെ യാക്കോബ പള്ളിയിലാണെങ്കിലും നമ്മൾ ആ ഒരു എന്താ പറയുന്നത് സമയത്തൊന്നും ചെല്ലാറ്. പക്ഷേ ഒരു ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ ഇവിടെ നിന്ന് 7 മണിയാകുമ്പോൾ പോയി 9 മണിയുടെ മീറ്റിങ്ങിന് ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് പിടിച്ച് ആ ഒരു ആത്മീയമായിട്ട് ഇതുവരെ ലഭിക്കാത്തൊരു സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഞാൻ അന്ന് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ 2004 കോട്ടയത്ത് ആരാധനയ്ക്കൊക്കെ പോയി. എറണാകുളത്ത് AJ ഹോളിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അപ്പോൾ വീട്ടിൽ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ അന്ന് തൊട്ട് പ്രശ്നം ആരംഭിച്ചു. എന്നോട് ചോദിച്ചു, സ്നാനപ്പെട്ട് പിറ്റേ ദിവസം അപ്പൻ മദ്യപിച്ച്, കാരണം മദ്യപിക്കാണ്ട് ചോദിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, നീ സ്നാനപ്പെട്ടോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്നാനപ്പെട്ടു. നീ പെന്തിക്കോസിൽ ചേർന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പെന്തിക്കോസിൽ ചേർന്നിട്ടില്ല, യേശുവിനോട് ചേരാനാ സ്നാനം എന്ന് പറഞ്ഞു. ഇല്ലടാ, പെന്തിക്കോസിൽ ചേരാനാ സ്നാനം എന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞിട്ട് പിന്നെ അടിയുടെ ഒരു പെരുന്നാളായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേദനയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നല്ല കാര്യം ചെയ്തിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ അടി കിട്ടണം. അന്നോട്ട് എൻ്റെ റൂമിൽ കറണ്ടില്ല, ELCB ഓഫ്. ഞാൻ സാധാരണക്കാരനായ ഒരു വിശ്വാസിയാണ്, എനിക്കൊരു തീക്ഷ്ണതയൊന്നുമില്ല. പക്ഷേ ഈ നല്ല കാര്യം ചെയ്തിട്ട് ഇത്രമാത്രം എതിർപ്പ് എന്താണെന്ന് എനിക്ക്
മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഒരു 3-ാമത്തെ ആഴ്ച ഒക്കെ എത്തിയപ്പോൾ പ്രശ്നം അതിരൂക്ഷമായി. ഞാൻ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നാൽ ആ ഉറക്കാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ഇത്തിരി പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ വീടിൻ്റെ വെളിയിൽ പോയി നടന്ന് റോട്ടിൽ നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച 9 മണിയാകുമ്പോഴാണ് ആരാധന കഴിഞ്ഞ് വന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു പ്രേരണ വരിക. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ആത്മാഭിഷേകം പ്രാപിക്കണമെന്നുള്ള ഒരു വലിയ കാര്യം തിരിച്ചു. അങ്ങനെ അതുവരെ സ്നാനപ്പെടുന്നതായിരുന്നു വലിയ കാര്യമെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആത്മാഭിഷേകം പ്രാപിക്കുന്നത് ജീവിതത്തിൽ ഒരു വലിയ ആവശ്യമാണെന്ന് മനസ്സിലായി. അന്ന് തൊട്ട് ദാഹിക്കുന്ന ഏവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും എന്ന് യേശു പറഞ്ഞ വാക്യം തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാണെന്ന് എനിക്ക് വചനത്തിലൂടെ മനസ്സിലായി. അന്ന് തൊട്ട് ഞാൻ കർത്താവ് എന്നെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ വലിയ ആഗ്രഹം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് അപ്പോൾ ആ ദിവസങ്ങളിൽ എന്നെ കാണാനായിട്ട്, അതായത് ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ട് ഒരു ഓൾട്ടോ കാറിന് ഒരു കൂട്ടം ആളുകൾ വന്നേക്കുക. അവർ ഈ എന്നാണ് നമ്മളെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്നെ കാണാൻ കാറിൽ ആൾ വരാനായിട്ട് ഒരു സാധ്യതയില്ല. പക്ഷെ അവർ വന്നു, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി, അവർ പോവുകയും ചെയ്തു. എന്നാൽ SP ട്രെയിനിങ് എന്ന് പറയുന്നൊരു ട്രെയിനിങ് ഉണ്ട്, സ്പിരിച്വൽ പാരൻസ് ട്രെയിനിങ്. സ്നാനപ്പെട്ട ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന് ഞാൻ ആ SP ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നുവെന്നും ഒരു പാപിയുടെ മാനസാന്തരം ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ അനേകരെ രക്ഷയിലേക്ക് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമെന്നും ആ ഒരു സ്പിരിച്വൽ പാരൻസ് ട്രെയിനിങ്ങിലൂടെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു ദിവസം ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയണമെന്ന് ആ സ്പിരിച്വൽ പാരൻസ് ട്രെയിനിങ്ങിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ആ സ്പിരിച്വൽ പാരൻസ് ട്രെയിനിങ് ചെയ്ത ആ സഹോദരന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, യേശു രക്ഷിക്കും, യേശു വിടുവിക്കും, യേശു അത്ഭുതം ചെയ്യും എന്ന് മാത്രം പറഞ്ഞാൽ മതി. യേശു സാറിനെ എങ്ങനെയാണ് രക്ഷിച്ചേ? യേശു എങ്ങനെയാണ് മദ്യപാനത്തിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടുകെട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേണ്ടാത്ത പ്രവർത്തികളിൽ നിന്ന് വിടുവിച്ചേ? ആ കാര്യം പറഞ്ഞാൽ മതി. മാത്രമല്ല യേശു ചെയ്ത അത്ഭുതങ്ങൾ പറയാനായിട്ട് എന്താ ബുദ്ധിമുട്ട്? യേശു എന്തെങ്കിലും അത്ഭുതം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, അത് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ രാവിലെ ചീര വയ്ക്കാനായിട്ട് പോകുമ്പോൾ ഒരു ആപ്പ് ഓട്ടോറിക്ഷയിലാണ് പോകണേ. ഞാൻ അതുവരെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഇന്ന് ചീര മുഴുവൻ വിറ്റ് തീർക്കണേ, അല്ലെങ്കിൽ ബിസിനസ് നന്നായിട്ട് നടക്കണേ എന്നറിഞ്ഞെങ്കിൽ സ്പിരിച്വൽ പാരൻസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുന്നത് ദൈവം ഇന്ന് ഒരാളോടെങ്കിലും യേശുവിനെ പറയാനായിട്ട് ഒരു അവസരം തരണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കിട്ടുന്ന അവസരം എങ്ങനെ ഈ സുവിശേഷം പറയാമെന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ഒരു ദിവസം ഞാൻ ചീരയും കൊണ്ട് പോയിട്ട് തിരിച്ചു വരുമോ. അപ്പോൾ അന്ന് എനിക്ക് ഒരാളോട് പോലും യേശുവിനെ പറയാൻ പറ്റിയില്ല. തിരിച്ചു വരുമ്പോൾ എൻ്റെ മുമ്പിൽ പോകുന്ന ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു ഫോൺ താഴെ പോയി, ഒരു സാധനം താഴെ പോയി. ഞാൻ വണ്ടി നിർത്തി നോക്കുമ്പോൾ നോക്കിയ 3310 എന്ന് പറയുന്ന മൊബൈൽ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കിട്ടിയപ്പോൾ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയണം, ഈ ഫോൺ മടക്കി കൊടുത്തിട്ട് നീ അവരോട് യേശുവിനെ പറയും. അപ്പോൾ ഞാൻ കുണ്ടന്നൂർ ജംഗ്ഷനിൽ ആണ് അത്. കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് റൈറ്റ് സൈഡിൽ ഇന്ന് ലെഫ്റ്റ് എടുത്ത് റൈറ്റിട്ട് തിരിയാൻ പറ്റത്തില്ല, അന്ന് ലെഫ്റ്റ് എടുത്ത് റൈറ്റിട്ട് തിരിയാം. പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ. ആ വണ്ടി പോയി പെട്രോൾ പമ്പിൽ കയറി ഞാൻ അവരോട് തിരിച്ച് ചെന്ന് അവരോട് ചോദിച്ചു, നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ വെച്ചു, ഇതാണ് നിങ്ങളുടെ ഫോൺ. അതെ, ഇതാ ഫോണെന്ന് പറഞ്ഞു. ഈ ഫോൺ റോട്ടിൽ കിടന്ന് എനിക്ക് കിട്ടിയപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഇത് മടക്കി കൊടുത്തിട്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു പറയാനായിട്ട് പറയാൻ പറഞ്ഞു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, വാസ്തവമായിട്ട് നിങ്ങൾ യേശുവിനെ അറിയാനായിട്ട് ഒരു മുഖാന്തരമായി തീരട്ടെ എന്നൊക്കെ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ അന്ന് ആ 3310 മേടിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഞാൻ പറയും ഇന്ന് എനിക്ക് ദൈവം ഏറ്റവും നല്ല മൊബൈലാണെന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് ഒരു മൊബൈൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പോലും ഉള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് ചിലവാക്കണമെന്ന് ആകണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പം ഞാൻ ഈ ട്രാക്റ്റ് എവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് നോക്കിയപ്പോൾ ഇത് മുഴുവൻ KP യോനാൻ, തിരുവല്ല, മഞ്ഞാടി എന്നാണ്. അങ്ങനെ ഞാൻ തിരുവല്ലയിൽ ചെന്നു. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ട്രാക്റ്റ് ഉണ്ടാവും, എൻ്റെ ബൈക്കിൽ ട്രാക്റ്റ് ഉണ്ടാവും, എൻ്റെ ബൈബിളിൻ്റെ അകത്ത് ട്രാക്റ്റ് ഉണ്ടാവും. ഞാൻ അവിടെ ചെന്ന് എല്ലാ ട്രാക്റ്റുകളും ഒരു 100 എണ്ണം വെച്ച് മേടിച്ച് മടങ്ങി വന്നു. ഈ 100 ട്രാക്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് ഇതെല്ലാം, അതായത് യേശു മരിച്ചത് പാപികളെ രക്ഷിക്കാനാണെന്നുള്ള, അപ്പോൾ എല്ലാവരും പാപികളാണ്, പാപം ചെയ്യാത്ത ആരുമല്ല. അപ്പോൾ ഈ സുവിശേഷീകരണത്തിലൊരു പങ്കാളിയാവാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളൊരു വലിയ ഇതിൽ ഞാൻ പിന്നെ ചെന്നിട്ട് ഒരു 25 ബൈബിള് മേടിച്ചു. ഇവിടുന്ന് തിരുവല്ലയ്ക്ക് ബസ്സിൽ പോയി ബൈബിള് മേടിച്ച് ട്രാക്റ്റ് മേടിച്ചു. ഇത് 25, 100, 150, 500, 1000, ലാസ്റ്റ് അത് 50,000 വരെ ഞാൻ മേടിച്ചു. ഒറ്റയടിക്ക് 50,000 ബൈബിള് തിരുവല്ലയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സുവിശേഷ ലഘുലേഖകൾ മേടിച്ച് വിതരണം ചെയ്തു. അതുപോലെ തന്നെ സുവിശേഷ CD-കൾ, അതായത് മോസർബിയറിൻ്റെ CD-കൾ മേടിച്ച് ഓരോ റെക്കോർഡ് ചെയ്ത് പാട്ടുകൾ, ആദ്യമേ പാട്ടുകൾ അവിടെ തുടങ്ങി. ഈ ക്രിസ്തീയ ഗാനങ്ങൾ ഒക്കെ മേടിച്ച് റൈറ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 50,000-നും 75,000-നും ഇടയ്ക്ക് CD-കൾ. എനിക്ക് സ്വന്തമായിട്ട് 2 റൈറ്റർ മെഷീൻ ഉണ്ടാകും. അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഈ ആരുടെ CD-ആണ്, അല്ലെങ്കിൽ അത് രക്ഷയുടെ സന്ദേശം അല്ലെങ്കിൽ ഏത് CD-ആണെങ്കിലും അവരോട് ചോദിക്കും ഇതിങ്ങനെ ചെയ്തു കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തു കൊടുത്തോളാൻ പറഞ്ഞ എല്ലാവരുടെയും CD-കൾ, പ്രത്യേകിച്ച് തങ്കുവാറും ഹോസ്പിറ്റലുകാരും പ്രസംഗിച്ച ഏകദേശം 50,000-ത്തിലധികം CD-കൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. 50,000-ത്തിലധികം ബൈബിളുകളിൽ സ്ക്രീൻ പ്രിൻ്റ് ചെയ്തു. ഹെവൻലി വീസ്റ്റിൻ്റെ ആരാധന എവിടെയൊക്കെ ഉള്ളത് അവിടെ എല്ലാം ഈ ബൈബിളുകളിൽ സ്ക്രീൻ പ്രിൻ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ മുമ്പിലും പുറകിലും ആളുകൾക്ക് പ്രയോജനകരമായി തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആവോളം സുവിശേഷ വേലയിൽ പങ്കാളികളാകുക എന്നുള്ള ലക്ഷ്യത്തോടെ. അപ്പോൾ എൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നീ ദരിദ്രനായി പോകുന്നു, നീ ഇങ്ങനെ ചിലവാക്കിയാൽ ലാസ്റ്റ് നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ എൻ്റെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാകും. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലൊക്കെ വരുമ്പോൾ എനിക്ക് പൈസ കൊടുക്കാൻ ഇഷ്ടമില്ല. സുവിശേഷ വേലയിൽ പണം കൊടുക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കയ്യിൽ പൈസ എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക്. അതായത് എനിക്ക് കൃത്യമായിട്ട് ഇത് പ്രയോജനം വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ തന്നെ ആ സമയത്ത് എനിക്കതിന് ഇത് സുവിശേഷയിൽ പണം കൊടുക്കാനായിട്ടുള്ളൊരു പ്രചോദനം കിട്ടിയത് എറണാകുളത്ത് നടന്നൊരു മീറ്റിങ്ങിലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് വരെ 10 രൂപയ്ക്കുള്ളിൽ സ്വതന്ത്രകാഴ്ച എടുത്തില്ല. കാര്യം അപ്പോഴും ഈ ബൈബിളെല്ലാം വാങ്ങും, ബൈബിളൊക്കെ വാങ്ങി, പക്ഷേ സ്വതന്ത്രകാഴ്ച 10 രൂപയ്ക്കുള്ളിൽ എടുത്തില്ല. അന്നും അപ്പോൾ ആ ഒരു എന്താ പറയുന്ന 10 രൂപയ്ക്കുള്ളിൽ സ്വതന്ത്രകാഴ്ച കൊടുക്കത്തില്ല. പക്ഷേ അന്ന് എനിക്ക് 10 ബൈബിളും 15 ട്രാക്റ്റും മേടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു തുറവി വരുന്നത് തോമസ് ഡിവറിൻ്റെ പ്രസംഗമാണ്. ഒരു ഞായറാഴ്ച AJ ഹോളിൽ നടന്ന മീറ്റിങ്ങിൽ തോമസ് ഡിവർ വളരെ ശക്തമായൊരു ആത്മീയമായിട്ടുള്ള ഒരു ദൂത് ജനത്തിന് കൈമാറിയിട്ട് അതേപോലെ സ്വതന്ത്രകാഴ്ചയുടെ സമയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വതന്ത്രകാഴ്ച എടുക്കാൻ വരട്ടെ, നിങ്ങൾ കൊടുക്കുന്ന സ്വതന്ത്രകാഴ്ച യേശു കാണുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ 10 രൂപ എടുത്ത് കൈ പിടിച്ചേക്കുക. എന്നിട്ട് തോമസ് ഡിവർ പറയുകയാണ്, ആ വിധവ അവൾക്കുള്ളതെല്ലാം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു, അത് യേശു കണ്ടു. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനം.
മറ്റുള്ളവർ അവളുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തത് ആ സ്ത്രീ അവൾക്കുള്ളതെല്ലാം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, ഞാൻ അന്ന് എൻ്റെ കയ്യിൽ 7000-ലധികം രൂപ ചീര വിറ്റ പൈസ ഇരിപ്പുണ്ട് പോക്കറ്റിൽ. ഞാൻ ആ പൈസ എടുത്ത് കൈ പിടിച്ചു, മൊത്തം എടുത്ത് കൈ പിടിച്ചിട്ട് വിധവ അവൾക്കുള്ളതെല്ലാം കൊടുത്തതല്ലേ, ഞാൻ അന്ന് എൻ്റെ കയ്യിലുണ്ടായ മുഴുവൻ സ്വതർക്കാഴ്ച ഇട്ടു. പക്ഷേ ഒരു അത്ഭുതം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന് വരെ ചീരക്കച്ചവടം ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. അതായത് ഞാൻ അന്ന് എൻ്റെ കയ്യിലുള്ളതെല്ലാം സ്വതർക്കാഴ്ച ഇട്ടു. ചീരക്കച്ചവടക്കാരനായിരുന്നു. തോപ്പുംപടിയിലും പള്ളുരുത്തിയിലും തേവരയിലും ഒക്കെ ചീര വിറ്റുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ പിന്നെ ദൈവം എന്നെ ചീര വിൽക്കാനായിട്ട് ശരിക്കും അസാധാരണമായ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് സ്വതർക്കാഴ്ച ഇട്ട് വീട്ടിൽ വരുമ്പോൾ അപ്പൻ സ്വതർക്കാഴ്ച ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് വണ്ടിക്ക് ഫ്യൂലില്ല. അതേപോലെ തന്നെ ഭക്ഷണം സാധാരണ കഴിച്ചിട്ടേ വീട്ടിൽ ചെല്ലാറ്, എന്നിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. എന്നാൽ അന്ന് പുറത്തിറങ്ങിയപ്പോഴോട്ട് വണ്ടിക്ക് ഫ്യൂലടിക്കാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല കോഴിയിറച്ചിയുടെ മണം. അപ്പോൾ അപ്പൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഞാൻ അടുത്ത മേശയിൽ ഭക്ഷണം മേടിച്ച് അമ്മ കൊണ്ട് തന്നു. അത് കഴിക്കാൻ 1-2 ഉരുള എടുത്ത് കഴിച്ചപ്പോൾ അപ്പം നീ എവിടെ തെണ്ടിയിട്ട് വന്ന ആളാന്ന് വെച്ചു. അപ്പോൾ അപ്പനറിയാം ഞാൻ രാവിലെ പ്രാർത്ഥനയ്ക്ക് പോയതാണ്. പക്ഷേ പിന്നെ ഞാൻ കാണുന്നത് ചോറും പാത്രവും എടുത്തിട്ട് ഒറ്റ ഏറ് എറിഞ്ഞിട്ട് കോഴിയിറച്ചിയുടെ ഗ്രേവി തട്ടയിലിരിക്കുക. പിന്നെ എന്നെ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധാരണമായ അടിയാണ്. അപ്പോൾ അടിച്ച് എന്നെ പുറത്തു കൊണ്ട്. ഇപ്പോൾ എൻ്റെ വീടിന് മുകളിൽ ഒരു ബെർണാഡിയേട്ടനുണ്ട്. ബെർണാഡിയേട്ടൻ എന്നോട് ചോദിച്ചു, അപ്പനോട് ചോദിച്ചു, എന്തിനാ അവനിങ്ങനെ തല്ലണേന്ന് ചോദിച്ചു. അപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ തൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളിനെ ഒഴിവാക്കി. എന്നാൽ അന്ന് വലിയ ഉപദ്രവം എനിക്കുണ്ടായെങ്കിലും അപ്പോൾ ഈ സ്വതർക്കാഴ്ച ഇട്ടതിന് ശേഷം പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. മുന്നോട്ട് ചെന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് അടിയുടെ പെരുന്നാളാണ് അന്ന്. അപ്പോൾ അടി കിട്ടിയതിന് ശേഷം ഞാൻ നേരെ തീരുമാനിച്ചു, ഇനി വീട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്തില്ല, കാര്യമില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ തോപ്പുപടി പോകുന്ന സമയത്ത് ബീഹാറിൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരു പാസ്റ്റർ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ എൻ്റെ അനുഭവമൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബീഹാറിൽ ഭയങ്കര ഉണർവ് നടക്കുക, അതുകൊണ്ട് നീ ബീഹാറിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല. ഹിന്ദി ഒന്നും അറിയണമെന്നില്ല, എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. പിന്നെ നമ്പറൊക്കെ മേടിച്ച് വെച്ചു. അപ്പോൾ അപ്പൻ്റെ നിന്ന് അടി കിട്ടി വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നേരെ ബീഹാറിൽ പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് അമ്മ എൻ്റെ കൈയും കാലും പിടിച്ചു, നീ അങ്ങ് പോകരുതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അന്ന് പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ബ്രദറായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിട്ട് വേറെ എൻ്റെ വീട്ടിലിങ്ങനെ ഭയങ്കര വിഷയമാണ്, അതുകൊണ്ട് ഞാൻ ബീഹാറിൽ പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തോമസ് ഡിവറിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞു. തോമസ് ഡിവറിൻ്റെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തോമസ് ഡിവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ബീഹാറിലേക്കല്ല വിളിച്ചേക്കുന്നത്, നിന്റെ ദേശത്തേക്കാണ് ദൈവം വിളിച്ചേക്കുന്നത്, അതുകൊണ്ട് നീ ബീഹാറിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് ഡിവർ പറയുന്നതോടുകൂടി എൻ്റെ ബീഹാർ യാത്ര ക്യാൻസലായി. അങ്ങനെ അന്ന് രാത്രി ഞാൻ കിടക്കേ കയറി കിടന്നിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം ഭക്ഷണം കഴിച്ചില്ല. കാരണം ഞാൻ കരച്ചിലായിരുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മൾ പാപത്തിൻ്റെ വഴികളിൽ നടന്നപ്പോൾ ആരും നമ്മൾ ഉപദേശിച്ചില്ല. കർത്താവിൻ്റെ വഴി വന്നപ്പോൾ എന്തുകൊണ്ട് എങ്ങനെയുള്ള പ്രതിസന്ധികളെന്ന് ഞാൻ ദൈവത്തോട് തന്നെ ചോദിച്ചു. ഞാൻ ബുധനാഴ്ച വേണ്ടത് എൻ്റെ അപ്പൻ എൻ്റെ കിടക്കയുടെ അരികിൽ വന്നു, എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു, ഭക്ഷണം തന്നു. വ്യാഴാഴ്ച രാവിലെ അപ്പം പറയുകയാണ്, നീ എവിടെയെങ്കിലും പോയി ഒരു 10 സെൻറ്റ് സ്ഥലം നോക്ക്, വീട് പണിത് കൊടുക്കുന്ന ബിസിനസ് തുടങ്ങാനായിട്ട്. അപ്പം ഞായറാഴ്ച പ്രാർത്ഥിച്ചു, വ്യാഴാഴ്ച അപ്പം എനിക്ക് വിടുതലായി. പിന്നെ ചീരക്കച്ചവടത്തിന് പോയിട്ടില്ല. അങ്ങനെ ആ വർഷം 2004 ഞാൻ ആദ്യമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എൻ്റെ ഒരു എന്താ പറയുന്ന ആരംഭം ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും മെയിനായിട്ട് ഞങ്ങൾക്ക് കൃഷികളും ചിക്കൻ്റെ ബിസിനസ്സുകളൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും
ഇന്ന് വരെ ദൈവം അസാധാരണമായിട്ട് ബിസിനസ്സിന് വേണ്ടി ദൈവം വഴികൾ വാതിലുകളൊക്കെ തുറന്നു. ഇന്നും ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇന്നും വെറുതെ ഇരിക്കുന്നില്ല. ദീപു ജേക്കബ് എറണാകുളത്ത് ഉദയംപേരൂരാണ് സ്വദേശം. അനുഗ്രഹീതനായ ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടാണ്. ഓട്ടോറിക്ഷ ഓടിക്കുക, ചീര കച്ചവടം നടത്തുക, ഫ്രൂട്ട്സിൻ്റെ കച്ചവടം നടത്തുക, ഇങ്ങനെ ഗ്രൗണ്ട് ലെവൽ കോഴിക്കച്ചവടം, ഇങ്ങനെ ഏറ്റവും സാധാരണമായ ജോലികൾ ചെയ്ത് കഠിനാധ്വാനിയായ മനുഷ്യൻ ഒടുവിൽ ദൈവത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ജീവിതം സമൂലമായിട്ട് മാറി. അതുവരെ മദ്യപാനിയായിരുന്നു, തല്ലുകൊള്ളിയായിരുന്നു, വഴക്കുണ്ടാക്കുമായിരുന്നു, ചെയ്യാവുന്ന വൃത്തികേടുകളെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന രൂപാന്തരം, അടിസ്ഥാനപരമായ കാര്യങ്ങളിലെല്ലാം ഉണ്ടായ മാറ്റം, ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അദ്ദേഹം ബിസിനസ്സുകൾ ചെയ്യുന്നു. നിരവധി ബിസിനസ്സുകളുണ്ട്. നല്ലൊരു ഓഡിറ്റോറിയം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലുണ്ട്. നല്ല കേറ്ററിംഗ് സർവീസുണ്ട്. മറ്റ് പലവിധമായ ബിസിനസ്സുകൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുണ്ട്. നിരവധി ഭവനങ്ങൾ അദ്ദേഹം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും അതിനേക്കാളെല്ലാം മുഖ്യമായി യേശു കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ആനന്ദകരമായ കാര്യമായിട്ട് ഇന്നും അദ്ദേഹം കൊണ്ടു നടക്കുന്നു. നൂറുകണക്കിന് ആളുകളോട് സുവിശേഷം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഒരാളെ ലഭിച്ചാൽ സുവിശേഷം പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചെയ്യുന്നത്. ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. സാമ്പത്തികമായി അനുഗ്രഹിച്ചു, ഒപ്പം ആത്മീയമായും അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നൂറുകണക്കിന് കഥകൾ നമുക്ക് കേൾക്കുവാനുണ്ട്. ദീപു ജേക്കബ് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾക്കിടയിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അസാധാരണമായ ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. വഴിയരിയിൽ കിടന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കഥ. ഒറ്റ കേൾവിയിൽ അവിശ്വസനീയമായി തോന്നുന്ന ആ കഥ കേട്ടപ്പോൾ അതിലെ അനുബന്ധ കഥാപാത്രത്തെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. അതായത്, ഈ വഴിയരികിൽ കിടന്ന ഭ്രാന്തനായ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെയുള്ള ഒരു ബാർബർ ഷോപ്പിൽ നിന്നാണ് ദീപു ഒരു കത്രിക വാങ്ങിക്കൊണ്ടുവരുന്നത്. ആ ബാർബർ ഷോപ്പിൻ്റെ ഉടമയെ കാണാനായിട്ട് അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി. അങ്ങനെ ഒരു കുഞ്ഞു മുറിയിൽ ഉദയംപേരൂരിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന രാജേഷിനെ കണ്ടു. രാജേഷ് ആ കഥ നമ്മളോട് വിശദീകരിക്കുന്നു. ദീപു ജേക്കബിൻ്റെ ജീവിതം ഇങ്ങനെ അത്ഭുതകരമായ ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അനുഭവം കൂടെ കേൾക്കുക. ഇത് രാജേഷ്, എൻ്റെ പേര് ദീപു ജേക്കബ്. ഞാൻ ഒരു ജീവിതത്തിലുണ്ടായ ഒരു സംഭവ കഥ ബ്രദറായിട്ട് ഇങ്ങനെ ഒരു ഫങ്ഷനിൽ വന്നപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സാമ്പാറിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലൊരു മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടായി. അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം രാവിലെ ഞാൻ ഉദയംപേരൂർ പെയിൻറ്റ് കടയിൽ പെയിൻറ്റ് മേടിക്കാനായിട്ട് പോവുക. ആ പെയിൻറ്റ് മേടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഉദയംപേരൂർ പെരുന്തുരുക്കോ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അവിടെ ഒരാൾ റൂട്ടിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു വചനം ഓടി വന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ആ ക്രിസ്തു വചനം എൻ്റെ ഹൃദയത്തിൽ ഒന്ന് ജ്വലിക്കുവാനായിട്ടിടയായി. ഞാനപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് വാഹനം നിർത്തി, ബൈക്കായിരുന്നു അത് നിർത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. നിൻ്റെ മുടി വെട്ടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ വെട്ടിക്കോളാനോ ഭക്ഷണം കഴിക്കാനൊക്കെ താല്പര്യമുള്ളത് പോലെ ഇദ്ദേഹം കാണിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ ഒരു ജോഡി ഡ്രസ്സെടുത്ത് ഒരു ബെർമൂഡയൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് രാജേഷിനടുത്ത് വന്നു. രാജേഷിനോട് ചോദിച്ചു, രാജേഷേ എനിക്ക് കത്രിക ഒന്ന് തരാമെന്ന്. രാജേഷ് പറഞ്ഞു, ഞാൻ മുടി വെട്ടുന്ന കത്രിക ആർക്കും കൊടുക്കില്ല. അപ്പം ഞാൻ രാജേഷിനോട് ചോദിച്ചു, ഒരു പഴയ കത്രിക അല്ലേ രാജേഷ്? പഴയ ജീപ്പും കത്രികയെന്ന് തോന്നുന്നു രാജേഷ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ മുടി വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മുടി അങ്ങ് വെട്ടി. മുടി വെട്ടി പെരുന്തുരുക്കോ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ പാല്
പശുവിനെ കറന്നിട്ട് വന്ന് പാത്രമൊക്കെ കഴുകുന്ന 2 അണ്ണന്മാരുണ്ടാവും. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഒരു ഷാമ്പുവും ഒരു സോപ്പും മേടിച്ച് തരാൻ വന്നിച്ചു. പൈസ കൊടുത്തു. അദ്ദേഹം അപ്പോൾ തന്നെ പോയി മേടിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം കൂടെ കൂടി ഞങ്ങൾ ആ പെരുന്തൽക്കോട് അമ്പലത്തിൻ്റെ കുളത്തിൽ അദ്ദേഹത്തെ കുളിപ്പിച്ചു. പാൻറ് ഷർട്ടൊക്കെ ഇടിപ്പിച്ചപ്പോൾ നല്ല വെളുത്ത് സുന്ദരനായ ഒരു മനുഷ്യൻ. പക്ഷെ ഞാൻ വെട്ടിയത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് രാജേഷിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് രാജേഷ് അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് ക്ലിയർ ചെയ്തു. ക്ലിയറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്ത് രാമകൃഷ്ണൻ ചേട്ടൻ്റെ ചായക്കടയാണ്. ആ രാമകൃഷ്ണൻ ചേട്ടൻ്റെ ചായക്കടയിൽ അദ്ദേഹത്തെ ചായ പിടിക്കാനായിട്ട് കൊണ്ടുപോയി. പക്ഷേ ഇവന് ഭക്ഷണം എത്ര ചോദിച്ചിട്ടും ഇവന് ഭക്ഷണം എന്ത് വേണമെന്ന് ചോദിച്ചിട്ടും വേണ്ടാന്ന് പറയും. ഭക്ഷണം വേണ്ട, ചായ വേണ്ട. അപ്പോൾ ഇവനെ കണ്ടാൽ അറിയാൻ ചായയും കുടിച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. പക്ഷേ അതങ്ങനെ ഇത് ചെയ്തു. അങ്ങനെ അദ്ദേഹം അവനെ ഞങ്ങൾ തിരിച്ച് ഈ കടയുടെ മുമ്പിൽ നിന്നു. അപ്പോൾ രാജേഷ് ഞാനിങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ രാജേഷ് നീ നല്ലൊരു കാര്യമാണ് ചെയ്തത്. കാര്യം ഇങ്ങനെ ഒരാൾ ഈ റോട്ടിൽ കിടന്നപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വളരെ നന്നായത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് മാത്രമല്ല അന്നിവിടെ 2-3 പേരൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ എല്ലാം പോയി ചുറ്റി അന്വേഷിച്ചു, കാണുന്നില്ല. പക്ഷെ അദ്ദേഹം ഈ ഭക്ഷണം കഴിക്കണമെന്ന് വെച്ച് വേണ്ടെന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ 350 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. ആ 350 രൂപ അദ്ദേഹം മേടിച്ചില്ല. അപ്പം എനിക്കൊരു അത്ഭുതം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ മേടിക്കാത്ത ഒരു ഭ്രാന്തനുമില്ല. പക്ഷേ അവൻ പൈസ മേടിച്ചില്ല. അപ്പം ഞാൻ 350 കൊടുത്തു കഴിഞ്ഞ് കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് ഒരു 500 ആക്കിയത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ടും ഇതൊന്നും മേടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഈ കടയുടെ മുമ്പിൽ നിന്ന ആ മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തെ എവിടെ പോയി ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതൊരു ജീവിതത്തിൽ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം. അപ്പോൾ ഞാൻ ഈ കടയിൽ അതായത് ഈ ജംഗ്ഷനിൽ ഒരു 17 വയസ്സ് 18 വയസ്സുള്ള സമയത്ത് ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. രാജേഷ് അന്നേരം ഈ കടയിലുണ്ട്. ഇവിടെ ഇതുണ്ട്. അതെ, ജോയി ചേട്ടൻ പലചരക്കട, തമ്പിച്ചേട്ടൻ്റെ സിമെൻറ്റ് കട. അപ്പം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പോലീസ് കേസും മദ്യപാനവും ഒക്കെ ആയിട്ട് ഈ പട്ടണത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ യേശു വന്നപ്പോഴാണ് ലൈഫ് ചേഞ്ച് ഉണ്ടായത്. ഈ ഒരു കാര്യം നടന്നതിന് ശേഷം അസാധാരണമായ ഒരു ജീവിതത്തിലൊരു എൻകൗണ്ടർ ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരായുസിൽ ഒരു മനുഷ്യൻ അധ്വാനിച്ചാൽ കിട്ടാത്തത് ജീവിതത്തിൽ ദൈവം തന്നു. ബിസിനസ്സിലൂടെ അധ്വാനത്തിലൂടെയൊക്കെ ദൈവം തന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ രാജേഷ് ഒരു ദിവസം ഞാനിവിടെ മുടി വെട്ടാനായിട്ട് വന്നപ്പോൾ ഉള്ള കാര്യം ഒന്ന് രാജേഷ് പറഞ്ഞേ. വെട്ടാനായിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നവരെ ഇപ്പം കയറി കട ചേരലിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് പ്രഷറുള്ള മനുഷ്യനാണ്. പ്രഷർ കൂടി കൈകാലുകൾ വരക്കും, കൈകാലെന്ന് പറയുമ്പോൾ വിയർക്കണമുണ്ട്. അപ്പം ഞാൻ മതി ഞാൻ ചെയ്തത് ശരിയാവില്ലടാ, എനിക്ക് കൈകാലം നിറങ്ങി ഞാൻ വിയർക്കണമുണ്ട്. ഹോസ്പിറ്റലിൽ ഇരുന്ന് ഹോസ്പിറ്റലിൽ പോകുന്നും പോകണ്ടെന്ന് ഞാൻ ഇരുന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഇരുന്ന് ഇവൻ ഒരു പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് ഒരു മനസ്സൊന്ന് ഇതാക്കാൻ പറഞ്ഞു. നമ്മളങ്ങനെ ഇരുന്ന് ഞാൻ അവിടെ വെള്ളമൊക്കെ കുടിച്ച് നെഞ്ചത്ത് വിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്തു. ശരി, എന്നിട്ട് പിന്നെ എനിക്ക് നോർമലായി ഞാൻ പണിയെടുക്കും മനുഷ്യ. ആ അനുഭവം അവന് വലിയ, എനിക്ക് പ്രഷറിൻ്റെ ആണെന്നുള്ള ചിന്താഗതിയാണ് എൻ്റെ. അതാണ്. അപ്പം അങ്ങനെ ഈ പറയുന്ന പോലെ ആ ഒരു ഇൻസിഡൻറ്റും ഈ ഷോപ്പിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 10-30 വർഷമായിട്ടുള്ള സ്നേഹബന്ധമാണ്.